ഏത്തപ്പഴത്തിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടോ? അത് വിശന്നിരിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയി. മീനിന്റെ ഒരു സൈഡ് തീർന്നപ്പോഴേ നമ്മൾ ഒരു വഴിയായി തീർത്തിട്ട് കാണാം. കഴിച്ചത് കൂടി പോയ വയറൊന്നെടുത്ത് അകത്ത് വെക്കണം. ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെ പോകുന്നു എന്നുള്ളതാണ് അടുത്ത ഹൈലൈറ്റ്. നെട്ടയിൽ പോയി പുഴമീൻ കൂട്ടിയുള്ള ഊണ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഇന്നത്തെ നമ്മുടെ യാത്ര മലയോര പാത വഴിയാണ്. മലയോര പാത വളരെ മനോഹരമായ അതിമനോഹരമായ ഒരു റൂട്ടാണത്. പ്രകൃതി ഭംഗി അതിഭീകരമായിട്ടുള്ള അതിമനോഹരമായ ഒരു റൂട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിപ്പോൾ പാപ്പനംകോട് ജംഗ്ഷനിലാണുള്ളത്. നമുക്ക് പാപ്പനംകോടിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പാപ്പനംകോട് നമുക്ക് ലെഫ്റ്റ് എടുത്ത് മലയൻകീഴ് വഴി കാട്ടാക്കട പോവാം. സിറ്റിയിൽ നിന്ന് നമ്മൾ മലയോര മേഖലയിലോട്ട് പോകാനുള്ള 2-3 റൂട്ടുകളിൽ ഒരെണ്ണമാണിത്. ഈ നെട്ടയിൽ എന്തൊക്കെയാണ് പ്രത്യേകതയുള്ളത്? നെട്ടയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ അവിടെ ആ റോഡിന്റെ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ സൈഡിൽ കൂടെയാണ് ട്രാവൽ ചെയ്യണം. അപ്പൊ വളഞ്ഞു പൊളഞ്ഞുള്ള നല്ല മനോഹരമായ കണ്ണിന് കുളിർമയുന്ന കാഴ്ചകൾ തരുന്ന ഒരു റൂട്ടാണ് ഈ നെട്ട റൂട്ട്. പിന്നെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അവിടെ ഈ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകൾ വന്നിട്ടുണ്ട്. ഹോട്ടൽസ് ലൈക്ക് ഊണും പുഴമീൻ. അപ്പൊ അവർക്ക് ഈ ഡാം ഉള്ളതുകൊണ്ട് ഡാമിൽ നിന്നൊക്കെ പിടിക്കുന്ന മീൻ ഇഷ്ടം പോലെ അവർക്ക് കിട്ടും. അപ്പൊ ആ മീനും ഊണും കിട്ടുന്ന ഒരുപാട് കടകൾ അവിടെ ഉണ്ട്. നമ്മൾ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്, അന്ന് അമ്മു ഇല്ലായിരുന്നു എന്നോണം. അങ്ങനെ പാപ്പനംകോടിൽ നിന്ന് നമ്മൾ മലയൻകീഴ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്താണ് പോകാനുള്ളത്. ഈ ലെഫ്റ്റിൽ നിന്ന് വരുന്ന റൂട്ടാണ് ട്രിവാൻഡ്രം കാട്ടാക്കട റോഡ്. ട്രിവാൻഡ്രത്തിൽ നിന്ന് പൂജപ്പുരന്ന് തിരുമല പേയാട് വഴി വരുന്ന റൂട്ട്, മലയൻകീഴ് വഴി കാട്ടാക്കട പോകുന്ന റൂട്ടാണ് ഈ. അപ്പൊ നമ്മള് പാപ്പനംകോടിൽ നിന്ന് നേരെ മലയൻകീഴ് കയറി. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എങ്ങനെ പോയാലും ഒരു 40 കിലോമീറ്റർ എങ്കിലും വരും നെട്ട എത്താൻ. സമയം ഇപ്പൊ എത്രയായി? 1 മണിയായല്ലേ? അടിപൊളി. അപ്പൊ ഒരു 2:30 ആവുമ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. എന്തായാലും എപ്പോഴും കാണുമല്ലോ അല്ലേ? അവിടെ കാണും ഫുഡ്. ഫിഷൊക്കെ എപ്പോഴും കാണും. ഫിഷും അവിടെ പല ഹോട്ടലുകളിലും 12:30-1 മണി ആയാലേ ഫുഡ് കിട്ടുള്ളൂ. 12 മണിക്കൊക്കെ പോയാൽ അവിടെ ഫുഡ് കിട്ടൂല പല ഹോട്ടലുകളിലും. 2:30 മണി വരെ നമ്മൾ ഇങ്ങനെ വിശന്നിരിക്കൂലേ? വിശപ്പാവും അല്ലേ? എനിക്കും ചെറുതായിട്ട് വിശന്നു തുടങ്ങി. നമ്മളിൽ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോക്ക് ഉണ്ടോ? ഏത്തപ്പഴം ഉണ്ടോ? അപ്പം പഴം കഴിക്കാം. അല്ലെങ്കിൽ നമ്മള് വിശന്ന് തളർന്നു. അത് ഏത്തപ്പഴത്തിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടോ? അത് വിശന്നിരിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോ കാട്ടാക്കട എത്തിയിട്ടുണ്ട്. അതെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, കാട്ടാക്കട ബസ് സ്റ്റാൻഡ്. പൊന്മുടി പോകുന്ന റൂട്ട് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് ഉള്ള റൂട്ടാണ് പോയത്. നമുക്കിന്ന് റൈറ്റ് പോകണം. ഇവിടുന്ന് കാട്ടാക്കട ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെ ഉള്ള ഈ മെയിൻ റൈറ്റ് ആണ് എവിടെ പോകുന്ന റൂട്ട്? നമ്മുടെ നെയ്യാർ ഡാം റൂട്ട്. ഈ സ്ഥലത്തിന്റെ പേര് കണ്ടോ? ചൂണ്ടുപലക അല്ലേ? ചൂണ്ടുപലക എന്നാണ്. ഇവിടെ എനിക്ക് വേണേ പണ്ട് ബോർഡെങ്ങാനും ഉണ്ടായിരുന്നിരിക്കും കേട്ടോ, തടിയിലുള്ള ചൂണ്ടുപലക. ഇവിടെ നമുക്ക് റൈറ്റ് പോയാല് ഈ മണ്ഡപത്തിൻ കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മണ്ഡപത്തിൻ കടവ് വഴി നമുക്ക് ഈ വാഴച്ചല് പോണ വഴി എന്നല്ല, ഈ കള്ളിക്കാട് നിന്ന് നമ്മൾ ഈ വെള്ളറട പോകുന്ന റോഡിൽ പോയി കയറാൻ പറ്റും. വാഴച്ചൽ ജംഗ്ഷനൊക്കെ കുറെ മുന്നേ പോയി കയറാൻ പറ്റും. ഇതിലേ പോകണമെങ്കിൽ നേരെ കള്ളിക്കാട്, നെയ്യാർ ഡാമിന് കുറച്ച് മുന്നേ കള്ളിക്കാട് ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ ആ ജംഗ്ഷനിൽ കയറിയിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ പോവാം. അതായത് നമ്മുടെ എന്തുവാണ്, നെടുമങ്ങാട് നാഗർകോവിൽ ഹൈവേ ഇപ്പൊ പോകുന്നതല്ല. ഈ കള്ളിക്കാട് പോകുമ്പോ നമ്മൾ ആ റോഡിൽ പോയി കയറാം. ഇതുവഴി ഞാൻ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ കൂടുതലുള്ളൂ നോക്കിയപ്പോ. പിന്നെ റോഡ് നല്ല റോഡായിരിക്കും. ഇതെല്ലാം കുഴിമന്തി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടാ റോഡിലെ. പക്ഷെ വേണ്ട, നമുക്ക് അവിടെ പോയി ഊണടിക്കാം. ഊണും ഫിഷ് ഫ്രൈ, പുഴമീൻ ഫ്രൈ, അതാണ് കറക്റ്റ്. മലയോര മേഖല എത്തിയപ്പോ കണ്ട റോഡിന്റെ സ്വഭാവമൊക്കെ മാറി കണ്ട. നല്ല വളഞ്ഞു പൊളഞ്ഞ റോഡായി. അത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതേ നെയ്യാർ ഡാമിന്റെ ഇറിഗേഷൻ കനാലാണേ. വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം കുറച്ചേ ഉള്ളൂ.
വെള്ളം വിട്ടിട്ടില്ല, അടച്ച വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളമേ ഉള്ളൂ. അപ്പൊ നമ്മള് മലയോര പ്രദേശം എത്തിയല്ലേ? മലയോര മേഖല എത്തി. മലയൊന്നും കാണാനില്ല. മല നിനക്ക് എത്ര മല കാണണം, വെയിറ്റ് ചെയ്യും. ഇഷ്ടം പോലെ മല കാണിച്ചുതരാം കേട്ടോ. നമ്മളിനി കള്ളിക്കാടാണ്. അതാ ഈ നേരെ ഇത് കള്ളിക്കാട് ജംഗ്ഷനാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. നെയ്യാർ ഡാം ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത ഉടനെ ലെഫ്റ്റ് എടുക്കണം. നമ്മൾ റൈറ്റ് എടുത്ത് നേരെ പോകും. ഈ ലെഫ്റ്റിൽ നിന്ന് വരുന്നില്ലേ, ലെഫ്റ്റിൽ നിന്ന് വരുന്നതാണ് നെടുമങ്ങാട് എന്നുള്ള റോഡ്. അവിടെ 20 കിലോമീറ്റർ പോയാൽ നെടുമങ്ങാട്. ഇത് മലയോര ഹൈവേ ആണ്. ഇത് മലയോര ഹൈവേ ആയിട്ട് അടുത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഹൈവേ ആണ്. ഇപ്പം പല സ്ഥലങ്ങളിലും റോഡ് വീതി കൂട്ടിയിട്ടുണ്ട്. ഇത് നെടുമങ്ങാട് നാഗർകോവിൽ ഹൈവേ എന്നാണ് ഈ ഹൈവേ അറിയപ്പെടുന്നത്. ഈ ലെഫ്റ്റ് ആണ് ഇവിടെ പോകുന്നത്, നെയ്യാർ ഡാം പോകുന്ന ലെഫ്റ്റ്. നമുക്ക് സ്ട്രെയിറ്റ് പോകണം. നമ്മൾ തമിഴ്നാട് സൈഡിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോ തമിഴ്നാട് സൈഡിലോട്ട്, അതായത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയാൽ വെള്ളറടന്ന് പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ തൃപ്പരപ്പ്, കുലശേഖരം, നാഗർകോവിൽ പെട്ടെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് ദൂരം ഉണ്ട് ഇത്രയും ദൂരം എത്താൻ വേണ്ടിട്ട്. ചെറിയ ചെറിയ മലകൾ കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഫുൾ നല്ല റൂട്ടാണ്, അടിപൊളി റൂട്ടാണ്. അതായത് ഈ മലയോര പാതകളിൽ ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. വലിയ തിരക്കൊന്നുമില്ല, വലിയ തിരക്കില്ല. പിന്നെ റോഡിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റൂല, നിറയെ വളവും തിരിവും ഉണ്ട്. വണ്ടികൾ ഇഷ്ടം പോലെ വരും. അമ്മ ഉറങ്ങി എന്നാണ് തോന്നുന്നത്. അങ്ങനെ പോലും 1/4 മണിക്കൂർ എടുക്കും. ഭയങ്കര രസം ഇവിടെ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഈ സിനിമയിലെ കാണുമ്പോഴത്തെ ഒരു ലൊക്കേഷൻ. ഈ റോഡ് ഒരു 8-10 വർഷമേ ആവുള്ളൂ കേട്ടാ ഇങ്ങനെ ആയിട്ട്. അതിന് മുന്നേ തീരെ വീതി കുറഞ്ഞ അതിഭീകരമായ വളവും തിരിവുള്ള റോഡായിരുന്നു. ഇപ്പൊ കുറെ വളവെല്ലാം നൂത്തിട്ടുണ്ട്. നല്ല വളവ്, നോർമൽ റോഡിനെ വെച്ച് നോക്കുമ്പോൾ വളവും തിരിവുണ്ട്. പക്ഷെ ഇത് പണ്ട് ഈ റോഡ് കിടന്ന അവസ്ഥ വെച്ചിട്ട് ഇപ്പം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളിപ്പോ വായിച്ചിൽ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വ്യൂ അടിപൊളി വ്യൂ. മൊത്തത്തില് ഭൂപ്രകൃതി നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അല്ലേ? നല്ല റോഡാണ്. നല്ല റോഡ്, അത്യാവശ്യം വളവും തിരിവൊക്കെ ഉണ്ട്. എന്നാലും നല്ല രീതിയിൽ ടാർ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. മലകൾ കണ്ടു. ഇതുപോലത്തെ സ്ഥലത്തൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു പ്ലസന്റ് ഫീലാണ്. വാ നോക്ക്, എന്താ റോഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ റോഡില് ഡ്രൈവ് ചെയ്യുമ്പം നല്ല ശ്രദ്ധിച്ചിരിക്കുക, കോഷ്യസ് ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാല് റിസ്ക് ആണ്. അപകട സാധ്യത ഭയങ്കര കൂടുതലാണ്. നമ്മുടെ കണ്ണ് എപ്പോഴും റോഡിൽ തന്നെ വേണം. ഇത് കുടപ്പനമൂട് ജംഗ്ഷൻ ആണേ. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്ന ഈ റോഡില്ലേ, ഈ റോഡാണ് അമ്പൂരിയൊക്കെ പോകുന്ന റോഡ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറിയ ഉടനെ ഭയങ്കര സ്റ്റീപ്പ് കയറ്റമാണ്. സ്റ്റീപ്പ് കയറ്റം എന്ന് പറഞ്ഞാൽ ഹെവി കയറ്റമാണ്. ഇത് കുടപ്പനമൂട്. നമുക്ക് സ്ട്രെയിറ്റ് നേരെ അടുത്ത് വെള്ളറട. നമ്മള് വെള്ളറടയ്ക്ക് മുന്നേ ഉള്ള ഒരു ജംഗ്ഷനാണ് ഇത്. ഇവിടെ കണ്ട കുരിശുമല ലെഫ്റ്റ് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണ് നമ്മുടെ ഈ ഹൈവേ പോകുന്നത്. നേരെ പോയി കഴിഞ്ഞാൽ വെള്ളറട, അവിടെ നിന്ന് അടുത്ത് കാരക്കോണത്തിൽ നിന്ന് പാറശാല, അങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ഏത് ഞാൻ ഈ പറഞ്ഞ നെടുമങ്ങാട് നാഗർകോവിൽ ഹൈവേ എന്ന് പറഞ്ഞ ആ കണ്ട ജംഗ്ഷനിൽ നിന്ന് വെള്ളറട എത്തുന്നതിന് 1 കിലോമീറ്റർ മുന്നേ ഉള്ള ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം. അടിപൊളി വ്യൂ. ഉച്ച സമയത്താണെങ്കിൽ തണലും. അതിന്റെ ബാക്കിൽ ഒരു വലിയ പാറ നിൽപ്പുണ്ട്, പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും നമുക്ക് അതിന്റെ വ്യൂ കിട്ടുമായിരിക്കും. ഇത് കണ്ട, ഇതില് നെട്ട സ്ട്രെയിറ്റ് കുരിശുമല ലെഫ്റ്റ്. ഇവിടുന്ന് റൈറ്റ് പോണ റോഡില്ലേ, ഈ റോഡ് നേരെ ഈ പനച്ചമുടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. നമ്മൾ കഴിഞ്ഞ വീഡിയോ, അതായത് 2 വർഷം മുന്നേ നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇത് വഴിയാ വരുന്നത്. അന്ന് ഈ റോഡ് ഭയങ്കര മോശമായിരുന്നു, കംപ്ലീറ്റ് പൊളിഞ്ഞു കിടക്കുക. ആ വഴി വന്ന് നമ്മൾ ഇവിടെ കയറി.
അതായത് നമ്മുടെ എന്തുവാണ് നമ്മളന്ന് വെർണയം കൊണ്ടാ വന്നത്. ഇപ്പൊ റോഡും ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിപ്പോയി ആ ഒരു സ്ട്രെച്ച്. മല ബാക്ക്ഗ്രൗണ്ടില് അടിപൊളിയായിട്ട് നല്ല വ്യൂ, നല്ല രസം കേട്ടാ ഈ റൂട്ട്. നമുക്ക് ട്രിവാൻഡ്രത്തുള്ള നമുക്കൊക്കെ ഒരു ദിവസം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഒരു ഡ്രൈവ് വരാൻ പറ്റിയ റൂട്ടാണ്. കാരണം മറ്റേ റൂട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിനെല്ലാം ഡ്രൈവ് ചെയ്യുമ്പോഴേ നമ്മൾ എക്സോസ്റ്റ് ആവും. ഇത് അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ ഭയങ്കര കാമൻ കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന റൂട്ട്. പിന്നെ ഞാൻ ഇനി ഇച്ചിരി ധൃതിയിൽ പോകുന്നത് ഫുഡ് അടിക്കാൻ സമയമായതുകൊണ്ട് മാത്രമാണ്. മണി ഇപ്പൊ തന്നെ എത്ര 1:45 അല്ലേ? എത്തണം. അതെ, നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഈ അക്ഷയ പാത്രം എന്ന് പറഞ്ഞ ഹോട്ടൽ. അക്ഷയ പാത്രം ഇതാണ്. ഇവിടെ ഭയങ്കര ഫേമസ് ആണ്, അറിയാമല്ലോ. പക്ഷെ ഭയങ്കര തിരക്കുണ്ട്. പുറത്ത് ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇത്ര കാർ കിടക്കുന്നതാണ്. അപ്പം നമുക്കാണെങ്കിൽ ഈ തിരക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളായതുകൊണ്ട് നമുക്ക് വേറെ ഒത്തിരി ഹോട്ടലുകളുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് നല്ല കാമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിക്കാം. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം തമിഴ്നാടോട്ട് എൻ്റർ ആയി എന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് തുടങ്ങും ഈ ചിറ്റാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ. ഇവിടെ തൊട്ടേ ഉണ്ട്. ഇങ്ങനത്തെ അതിമനോഹരമായ കാഴ്ച കണ്ട് കുറെ ദൂരം യാത്ര ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഈ റൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റോഡ് ചെറുതായല്ലേ? റോഡ് ഇതേ അവസ്ഥയായിരുന്നു നേരത്തെ നമ്മളിപ്പോ വന്നുകൊണ്ടിരുന്ന റോഡ്. ഈ വീതിയേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. തമിഴ്നാട് എത്തിയോ? തമിഴ്നാട് എത്തി. തൃപ്പരപ്പ് വാട്ടർഫോൾസ് ഇവിടെ 9 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ആണ് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മളിങ്ങനെ കുറെ ദൂരം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ വാട്ടർ ബോഡി തന്നെ ആയിരിക്കും. ഒത്തിരി ഹോട്ടലുകൾ ഉണ്ട്. നല്ല അടിപൊളി കാഴ്ചകളുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് ആണെന്ന് നെട്ടാർ ചെക്ക് പോസ്റ്റ് തന്നെ. കടയാലമ്മൂട് പോലീസ് അല്ലേ? നോക്ക് കണ്ടാ, രണ്ട് സൈഡ് നോക്ക്. നമ്മളെ റോഡ് നോക്ക്. റോഡിന്റെ ഈ റൈറ്റ് സൈഡ് നോക്ക്. റോഡിന്റെ കണ്ടാ, റൈറ്റ് സൈഡ്, അത് ലെഫ്റ്റ് സൈഡ്. ഇതിന്റെ നടുക്കൂടെ ഇങ്ങനെ ബണ്ട് പോലെ ചെയ്തിരിക്കുന്നത് പോലെ ഇരിക്കുന്നു കേട്ടാ. തീരം, ആ തീരം, ഈ തീരം. അപ്പൊ അവിടെ ഇരിക്കുമ്പോ നമുക്ക് ഇവിടുത്തെ വ്യൂ ഉണ്ടാ, ഈ റബ്ബർ പ്ലാന്റേഷന്റെ. അത് ഭയങ്കര ഒരു രസമാണ് ഇവിടെ. കണ്ടാ, ഇവിടെ നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ കാണുന്നത് വെള്ളമാണ്. കണ്ടാ, ഇവിടെ മൊത്തം റബ്ബർ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഭംഗിയാണ്. ഇത് നമ്മൾ വീഡിയോയിൽ എത്രത്തോളം ആ ഒരു ഭംഗി നമുക്ക് കിട്ടും എന്ന് അറിഞ്ഞൂടാ. കണ്ടാ എങ്ങനെയുണ്ട്? ഹോട്ടൽ അർജുൻ ഹോട്ടൽ. ഇവിടെ നേരെ വെള്ളമുണ്ട്. റോഡിന്റെ വീതി അത് ഊറ്റാണ്. പാറയുടെ ഇടയിൽ നിന്ന് ഊറ്റ് വരുന്നതാണ്. നമുക്ക് അവിടെ പോയി കഴിച്ചിട്ട് വന്നല്ല നമ്മൾ കുറച്ച് അത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വണ്ടി അവിടെ നിർത്താം, റോഡ് സൈഡിൽ നിർത്താം. അതിന്റെ വണ്ടി കറക്കാം. അപ്പൊ നമുക്ക് അർജുൻ ഹോട്ടലിൽ കയറി കഴിക്കാം അല്ലേ? സഫാരി ആവുമ്പോ നമുക്ക് ഇങ്ങനെ കൊണ്ട് പാർക്ക് ചെയ്യാം അല്ലേ? കുറച്ചുകൂടെ ഒതുക്കാം അല്ലേ? കുറച്ചുകൂടെ. അപ്പം വണ്ടി മൊത്തത്തിൽ താഴെ ഇറങ്ങി കിടക്കട്ടെ. അങ്ങനെ നമ്മൾ അർജുൻ ഹോട്ടലിൽ ഇറങ്ങി വണ്ടി നമ്മൾ ക്യൂട്ടായിട്ട് അതിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് പോവാം. 1000 അല്ലേ? ഇത് 450. അപ്പൊ പിന്നെ അതെടുത്താൽ മതി. അങ്ങനെ നമ്മളെ മീൻ അടുപ്പിൽ കയറി. നമ്മൾ വന്ന ഉടനെ തന്നെ അവർ മീനെടുത്ത് അടുപ്പിൽ കയറ്റി. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. ഒരു ചെറിയ പീസ് 450 ആണ് അതിൻ്റെ ചാർജ്. അപ്പോൾ ആ മീൻ അടുപ്പിൽ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിവിടെ ഇരുന്ന് കഴിക്കാം. നമുക്കിവിടെ ഒരു ഹട്ട് കിട്ടി കേട്ടോ. ഇവിടെ കൊള്ളാം, ആരുമില്ല, തിരക്ക്. വേറെ 1-2 പേര് അകത്തുണ്ട്, അകത്തിരിക്കാൻ സ്ഥലമുണ്ട്. നമ്മളപ്പോൾ ഹട്ടിൽ നമ്മളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇവിടെ വാട്ടർ ഫ്രണ്ടേജ് ഉണ്ട്. ഈ വെള്ളമൊക്കെ കണ്ട് ഇരുന്ന് കഴിക്കാം. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അകത്തോട്ട് മാറി. ഇവിടെ അകത്ത് നല്ല ഡൈനിങ് ഏരിയ ഉണ്ട്. ഇവിടെ ഉണ്ടോ ഈ ക്ലാസ്സിൽ കൂടെ വീണ്ടും നമുക്ക് ഫുൾ വ്യൂ വെള്ളത്തിൻ്റെ വാട്ടർ ഫ്രണ്ടേജ് വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കണ്ട ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേ വേണ്ട ഇവിടെ ഒരു പറ്റ മീൻ നിൽപ്പുണ്ട്. കണ്ട കണ്ട ഈ മീനിനെ പിടിക്കാൻ വേണ്ടി തൊട്ടടുത്ത് അടുത്ത ആള് നിൽപ്പുണ്ട്. കണ്ട അമ്മ വാ, ഇത് കണ്ട ഇങ്ങോട്ട് വാ, ഇവിടെ നോക്ക് നീ. വേണ്ട ഒരു പറ്റ മീൻ കിടക്കുന്നത് കണ്ട. ആ അത് നീർക്കാക്കാന്നാണ് പറയണത് അതിനെ. അത് മീനി പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടാ. അടിപൊളി വ്യൂ കേട്ടോ, ഇവിടുത്തെ സൂപ്പർ വ്യൂ, കിടിലൻ വ്യൂ. അല്ല അപ്പൊ ഇങ്ങനത്തെ വ്യൂവിൽ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ അർജുൻ ഹോട്ടലിലോട്ട് വരിക. ഇവിടെ ഭയങ്കര തിരക്കൊന്നുമില്ല. ഒരു വീട്ടുകാരെല്ലാം കൂടെ തന്നെയാണ് ഇവിടെ കുക്കിങ്ങും സെർവിങ് എല്ലാം നടത്തുന്നത് കേട്ടാ. അടിപൊളി. അപ്പോൾ ഇവിടെ നമുക്ക് ചോറ് എത്തിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ചെറുതായിട്ട് കഴിച്ചു തുടങ്ങുന്ന മീൻ റെഡി ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പം ഫിഷ് ഉടനെ വരും. മീൻകറി എല്ലാം ഉണ്ട്. അടിപൊളി. അങ്ങനെ നമ്മളെ മീൻ ഇതേ വരുന്നുണ്ട്. ഇവിടെ വെച്ചാ ഓക്കെ. വേണ്ട വേണ്ട കഴിക്കില്ല. നമ്മളെന്ന് പറഞ്ഞ മൃഗാളാണ്. മൃഗാൾ സവാള വേണം. ഇത് മൃഗാളല്ലേ? കുറച്ച് മീൻ കറി ഇവിടെ തന്നെ. നാരങ്ങ ഉണ്ട്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് മീൻ കറി ഈ മച്ചിമീൻ ഒഴിച്ചാൽ മതി. അത് കുഴപ്പമില്ല. എല്ലാം കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ള സാധനങ്ങളെ നല്ല രുചിയുണ്ട്. ഓക്കെ. അപ്പം മൃഗാൾ നോക്കി കഴിക്കണേ. മുള്ള് വിഷയമാണ്. മുള്ള് പല സ്ഥലത്ത് മുള്ളിരിപ്പുണ്ട്. നമ്മളെ കടലിലെ മീൻ പോലെ അല്ലാണ്ട. ഇതിന്റെ മുള്ളിന്റെ പ്രത്യേകത ഇങ്ങനെ വൈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. തന്നെ ഇതിങ്ങനെ പല പല ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വരും. പുഴ മീനുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൊള്ളാം. അതേപോലെ മീനിന്റെ ഒരു സൈഡ് തീർന്നപ്പോഴേ നമ്മളൊരു വഴിയായി. ഇനി അടുത്ത സൈഡിലുണ്ട്. തീർക്കും അല്ലേ? തീർത്തിട്ട് നമ്മൾ പോകും. തീർത്തിട്ട് കാണാം. അയ്യോ കഴിച്ചത് കൂടി പോയ വയറൊന്നെടുത്ത് അകത്ത് വയ്ക്കണം. അതെ കൊള്ളാം കേട്ടാ. അപ്പൊ എല്ലാം കൂടെ 630 രൂപ. ഫിഷ് ഫ്രൈ, ഫിഷും ഫുഡും ഊണ്, കപ്പ, ഫിഷ് ഫ്രൈ, അവിടുത്തെ മറ്റെന്തോന്ന് ലേക്ക് വ്യൂ, അതായത് മറ്റേ ആംബിയൻസ് എല്ലാം മൊത്തം ചേർത്തിട്ട് 630 രൂപയേ ഉള്ളൂ. കൊള്ളാം കേട്ടാ. നല്ല നല്ല ഫുഡ്. ഒരു വീട്ടില് ചേട്ടനും ചേച്ചിയും കൂടെ നടത്തുന്നതാണ്. അപ്പം മറ്റുള്ളത് പോലെ തിരക്ക് അവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് കയറാത്തത്. ഇത് കൊള്ളാം അർജന്റായിട്ട്. പക്ഷെ നമുക്ക് നല്ല ഐശ്വര്യമുണ്ട് കേട്ടാ. എന്നറിയാമോ? അപ്പം നമ്മൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ആള് അല്ലേ? 10-15 പേര് ഇപ്പം അവിടെ ഫുഡ് കഴിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വന്നോണ്ട് അവർക്ക് ദോഷമൊന്നും ഉണ്ടായില്ല. നല്ലതുണ്ടല്ലോ. കൊള്ളാം കേട്ടോ. അർജുൻ ഹോട്ടൽ നമ്മുടെ ഇവിടെ വരുമ്പോൾ അറിയാം. നെട്ടയിൽ ഇങ്ങനെ കുറച്ച് ദൂരം വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. അവിടെ മീൻസ് ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ്. ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കിയിട്ട് കറങ്ങി തിരിച്ചിവിടെ വന്നു. പിന്നെ അവര് താഴെ പതുക്കെ ആ താഴെ ജനലിന്റെ താഴെ ആ വിൻഡോയിൽ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അവിടെ കുറെ ഫിഷസ് നിൽക്കണ എന്തുകൊണ്ടെന്ന് അറിയാമോ? അവര് ഇവിടെ നിന്ന് ചെറുതായിട്ട് ഫീഡൊക്കെ ഇട്ട് കൊടുക്കും. അല്ല പിന്നെ അതെന്തിനാ എല്ലാം കൂടെ അവിടെ തന്നെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ താഴെ കുറെ മീൻ. പിന്നെ ആ മീനിനെ പിടിക്കാൻ വേണ്ടി എന്റെ സൈഡിൽ നീർക്കാക്ക. കൊള്ളാം കേട്ടാ. നല്ല രസം. വീട്ടിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ അല്ലേ? ഇതൊക്കെ നല്ല നല്ല എക്സ്പീരിയൻസസ്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. എങ്ങോട്ട് പോകാം? കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ആലോചിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇവിടെ നേരെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതെല്ലാം തീരുമാനമായിട്ടുണ്ട്. ഇവിടുന്ന് ആദ്യം മനോഹരമായ അടുത്തൊരു റൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഇതിനേക്കാൾ ഇപ്പം ഇങ്ങോട്ട് വന്നതിനേക്കാളും കുറച്ചും കൂടെ കാട്ടിനടുത്തൂടെ ഉള്ള റൂട്ടിൽ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ
ആ റൂട്ടിൽ കൂടെ നമ്മൾ പോകുന്ന അതിമനോഹരമായ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഞങ്ങളെ ഇഷ്ടമുള്ള എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി ഞങ്ങളെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ബൈ.